നമസ്കാരം. ഷെക്കിന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വല്ലാത്തൊരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇന്ന് യൂറോപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു കാലഘട്ടമായിട്ടുള്ള ഒരു ക്രിസ്മസ് കാലഘട്ടം അക്ഷരാർത്ഥത്തിൽ ഒരു ഭീതിയുടെ, ഒരു ഭയത്തിൻ്റെ ദിനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലെ പല പ്രദേശങ്ങളും. യൂറോപ്പിൻ്റെ സംസ്കാരത്തോട് ഇഴചേർന്ന് കിടക്കുന്നതാണ് ക്രിസ്മസ് ആഘോഷങ്ങളും ഒപ്പം തന്നെ പുതുവത്സര ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിപാടികളുമൊക്കെ. എന്നാൽ ഇന്ന് ക്രിസ്മസ് ഒരു ഭയം കൂടാതെ ആഘോഷിക്കുവാൻ പല രാജ്യങ്ങളിലും തദ്ദേശീയ ജനതയ്ക്ക് കഴിയുന്നില്ല. ക്രിസ്മസ് മാർക്കറ്റിൽ പേടി കൂടാതെ പോകാൻ കഴിയുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി യൂറോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹത്തിന്റെ മറവിൽ നടക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ആ അഭയാർത്ഥി പ്രവാഹത്തിന്റെ മറവിൽ നടന്ന അധിനിവേശ ശക്തികളുടെ ഒരു വരവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനവധി സംഭവങ്ങളാണ് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളായിട്ടുള്ള വ്യക്തികൾ നിരവധി ക്രിസ്മസ് മാർക്കറ്റുകളെ ലക്ഷ്യം വയ്ക്കുന്നു. ഒപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്, ഒരു സാംസ്കാരിക അധിനിവേശത്തിന്റെ ആ അലയൊലികൾ യൂറോപ്പിലെങ്ങും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു വർഷം മുമ്പ് നടന്ന ജർമ്മനിയിലെ മാഗ്ഡർബർഗ് അവിടെ നടന്ന ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ആ ഒരു അറ്റാക്ക്, ലോകത്തെ ഞെട്ടിച്ച അറ്റാക്ക്, അതിന്റെ 1ാം വാർഷികത്തിന് ഇനി ദിനങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അക്ഷരാർത്ഥത്തിൽ യൂറോപ്പിൽ നടക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദുരവസ്ഥ യൂറോപ്പിലെ തദ്ദേശീയ ജനതയ്ക്ക് നേരിടേണ്ടി വരുന്നത്? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ജർമ്മനിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോസ് കുമ്പളവേലിൽ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധനും ഒപ്പം തന്നെ അധ്യാപകനും കൂടിയായിട്ടുള്ള ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ഒപ്പം അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ഡോൺ മല്ലികശ്ശേരി. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം ശ്രീ ജോസ് കുമ്പളവേലിൽ, നമ്മൾ ഈ ഷെക്കിന ബിഗ് ഡിബേറ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ പലതവണ യൂറോപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തത്തിന്റെ ഒരു മുന്നറിയിപ്പ് പലതവണ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ നൽകി കഴിഞ്ഞതാണ്. അത് സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭം തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ക്രിസ്മസ് മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട്, ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലെ തദ്ദേശീയ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങ് യൂറോപ്പിലെ ജർമ്മനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ യൂറോപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് യൂറോപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയുടെ ഒരു നേർചിത്രം അങ്ങൊന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അതായത് ഡിസംബർ 25 മാത്രമല്ല ജർമ്മനിയെ സംബന്ധിച്ച്, അല്ലെ യൂറോപ്പിനെ സംബന്ധിച്ച് ഒരാഘോഷം. അതായത് നവംബർ പകുതി കഴിയുമ്പോഴത്തേക്ക് തന്നെ ക്രിസ്മസിന്റെ എല്ലാ അലയൊലികളും യൂറോപ്പിലെ സകല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ജർമ്മനിയിൽ അതങ്ങ് മുഴങ്ങി കേട്ടു തുടങ്ങുകയാണ്. അതോടൊപ്പം നവംബർ 23-നാണ് ലോക പ്രശസ്തമായ ക്രിസ്മസ് മാർക്കറ്റുകൾ ജർമ്മനിയിൽ തുറക്കുന്നത്. അത് പലപ്പോഴും, അതായത് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ തന്നെ മില്യൺ ആളുകൾ ജർമ്മനിയിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, അവിടുത്തെ വിഭവങ്ങളുടെ പ്രത്യേകത, അവിടുത്തെ ഇപ്പം ബ്ലൂ വൈൻ എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേകതരം വൈനാണ്. നമ്മൾ സാധാരണ വൈൻ പോലെ തന്നെ, പക്ഷെ നമ്മുടെ കറിക്കൂട്ടുകൾ, നമ്മുടെ കറുവാപ്പട്ട അല്ലെ ഗ്രാമ്പൂ അല്ലെങ്കിൽ അതുപോലത്തെ ഇതെല്ലാം തന്നെ ഇട്ട് അവരുടേതായിട്ടുള്ള ഒരു മിക്സ് ആണ് ഈ ഗ്ലൂ വൈൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര പ്രശസ്തമാണ്. ഇപ്പം നമ്മൾ ഏത് മാർക്കറ്റിൽ ചെന്നാലും ഒരു ഗ്ലൂ വൈൻ കുടിക്കാതെ നമ്മൾ പോകില്ല. കാരണം അത് ചൂടോടെയാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു കപ്പിന് നേരത്തെ 50 സെന്റ് കിടന്നത് ഇപ്പോഴത്തെ വില നിലവാരത്തിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഈ കപ്പ് തിരികെ കിട്ടാൻ വേണ്ടി നമ്മൾ ആ കപ്പിന് പോലും പൈസ കൊടുക്കണം. ഈ കപ്പ് കൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോഴേ നമുക്ക് പൈസ തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനം വർഷങ്ങളായിട്ട്, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാര്യമാണ് ഈ വൈനാക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജർമ്മനിയെ സംബന്ധിച്ച് ഏതാണ്ട് 7000-ലധികം ക്രിസ്മസ് മാർക്കറ്റുകൾ തന്നെ മുൻപുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പൊ പറഞ്ഞ ഭീകരതയായി, അല്ലെങ്കിൽ വില കൂടുതലായി, അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളായി, അതുകൊണ്ട് തന്നെ ഈ 7000-ലധികം വരുന്ന ക്രിസ്മസ് മാർക്കറ്റുകൾ 2500-നും അല്ലെ 3000-നും ഇടയിലേക്ക് ചുരുങ്ങി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനകത്ത് പല കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടെററിസമാണ്, ഭീകരതയാണ്. നമ്മൾ പണ്ട് കൈയും വീശി, അല്ലെങ്കിൽ നാട്ടിൽ പറയുന്ന പോലെ ഒരു തലക്കെട്ടും കെട്ടി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചന്തയല്ല,
പക്ഷെ ചന്ത പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പക്ഷെ ക്രിസ്മസിന്റെ എല്ലാവിധ ആ ഒരു ആകർഷണീയതയും അവിടെ അവർ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോക പ്രശസ്തമായിട്ടുള്ളതും. ഏതാണ്ട് 10 മില്യൺ ആൾക്കാർ അല്ലെ അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലുതെന്ന് പറയുന്ന ന്യൂറംബർഗിലും ഇപ്പൊ തന്നെ ഡോട്ട്മുണ്ടിലുമാണ്. അവിടെ ഏതാണ്ട് 45 മീറ്റർ ഉയരമുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. അത് ലോകത്തിലെ ഏറ്റവും വലുതാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം കാണാൻ ആളുകൾ തന്നെ ജർമ്മനിയിലേക്ക് കടന്നു വരുന്ന ഒരു അവസരമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്മസിന്റെ തുടക്കം ഞാൻ പറഞ്ഞു 23-ന് നവംബർ 23-ന് മാർക്കറ്റ് തുടങ്ങിയെങ്കിലും നമ്മുടെ ആദ്യത്തെ ആഗമന കാലം, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന ആഗമന കാലം നവംബർ അവസാനത്തെ ഞായറാഴ്ചയാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഞായറാഴ്ച മുതൽ 4 ആഴ്ചകളാണ് ആഗമന കാലത്തിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതിനൊക്കെ ഭയങ്കര സവിശേഷതയാണ് ഇവര് പറയുന്നത്. 4 തിരി ഒരു വലിയ ഒരു ക്രാൻസ്, ഒരു റീത്ത് പോലെ ഒരു സാധനത്തിൽ 4 തിരി അവർ ശരിയാക്കി വെക്കും. അതിനൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലും ഇപ്പം എവിടെയൊക്കെയോ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ആകർഷണീയതയും നമ്മൾ തന്നെ അതിലേക്ക്, ഇവരുടെ പാരമ്പര്യത്തിലേക്ക് നമ്മളൊക്കെ പോയ ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ക്രിസ്മസ് കലണ്ടർ, അത് ഓരോ ദിവസവും ഓരോ ചെറിയ ഡോറ് തുറന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ പാളി തുറന്നു കഴിയുമ്പം നമുക്കൊരു സർപ്രൈസ് പോലെ അതിനകത്ത് ചോക്ലേറ്റ് ആയി അല്ലെങ്കിൽ മറ്റായി, ഇതെല്ലാം തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഒരു കൺസെപ്റ്റാണ്. അതിനാണ് ഇപ്പോൾ ഈ ഒരു സംസ്കാരം, ഈ ഒരു പാരമ്പര്യം ഇല്ലാതാക്കാനായിട്ട് ബുണ്ടസ് റിപ്പബ്ലിക് ഡോയ്ച്ച്ലാൻഡ് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയുന്ന ഈ രാജ്യത്തെ ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയും ടിക്ടോക്കിലൂടെയും ഒക്കെ തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു വലിയ വൈകാരികത ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത് കൂസാതെയാണ് പോകുന്നതെങ്കിലും എപ്പോഴെവിടെയാണ് ആർക്കാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാനാവില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ ശിക്ഷകയറ്റ്, ഏറ്റവും വലിയ സെക്യൂരിറ്റിയാണ് ഈ മാർക്കറ്റുകളിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 2500 അല്ല 3000-ഓളം വരുന്ന ചെറിയതും വലുതുമായ, അത് നഗരങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, മുക്കും മൂലയിലും എല്ലാം ക്രിസ്മസിന്റെ ആവിഷ്കാരങ്ങളും അലയലികളും ലൈറ്റ് സെറ്റിങ്സും, അതുപോലെ തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും ബൾബുകൾ റോഡിൽ സർക്കാരിന്റെ ചെലവിലാണ് നമ്മൾ ഈ 25 ദിവസത്തോളം അല്ലെ അതിൽ കൂടുതൽ ഈ ലൈറ്റുകളൊക്കെ പ്രദർശിപ്പിക്കുന്നത്. അതുപോലെ ക്രിസ്മസ് ട്രീ, അതായത് വൈനാക്സ് ബൗ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും. ഇതെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ ഉന്മൂലനം ചെയ്യണം. അവരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഡോയ്ച്ച്ലാൻഡ് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ഇവർ പറയുന്ന കൺസെപ്റ്റ്. അത് നമുക്ക് അല്ലെ ഇവിടുത്തെ സാധാരണക്കാർക്ക് അല്ലെ ജർമ്മനിയുടെ രക്തം ഓടുന്ന ജർമ്മൻകാർക്ക് ഇത് ഉൾക്കൊള്ളാനാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും മറ്റവര്, അത് ഇസ്ലാമിസ്റ്റുകൾ പ്രതികരിക്കുന്ന പോലെ ഇവരാരും പ്രതികരിക്കുന്നില്ല. അതൊരു ഒരു പാളിച്ചയാണെന്ന് ചോദിച്ചാൽ അല്ല, നമ്മളെല്ലാം തന്നെ സമാധാന പ്രിയരാണ്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ പ്രതികരിക്കാത്തത്. യെസ്, ഒരു കാര്യം കൂടി ശ്രീ ജോസ് കുമ്പളവിൽ, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് ജർമ്മനിയിലെത്തിയിട്ട് 25 വർഷത്തിലധികമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട, അല്ലെങ്കിൽ അങ്ങ് ഇവിടെ ജർമ്മനിയിൽ എത്തിയപ്പോൾ കണ്ട ഒരു ക്രിസ്മസ് മാർക്കറ്റുകളാണോ ഇപ്പോൾ കാണുന്നത്? അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു തോക്കൻ മുനയിൽ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ട് ഷോപ്പിംഗ് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങ് ജർമ്മനിയിൽ എത്തിയ ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഭീതിതമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു? ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ജർമ്മനിയിൽ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ട്? അത് വലിയൊരു പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ഞാൻ 33 വർഷമായിട്ട് ജർമ്മനിയിൽ താമസിക്കുന്നു. 92-ൽ ഇവിടെ എത്തിയതാണ്. അപ്പോൾ അന്ന് മുതലുള്ള ക്രിസ്മസ് മാർക്കറ്റുകളെ പറ്റിയും അല്ലെ ഇതിന്റെ ഒരു സംവിധാനങ്ങളെ പറ്റിയും ഞാൻ കൂടുതലായിട്ട് ഒരു വിശകലനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഞാൻ അതുവഴി ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ട്, മറ്റു പത്രങ്ങളിലൊക്കെ ഞാൻ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതിനെപ്പറ്റി പറയുമ്പോൾ അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമുക്ക് പോകാവുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ എന്ന് കൃത്യമായിട്ട് പറയണം. എന്നാലേ നമുക്ക് അതിന്റെ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തോക്കിൻ മുനയിലൂടെയാണ് അല്ലെ തോക്കിൻ നിഴലിലാണ് നമ്മളിപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലെ
കാര്യങ്ങളൊന്ന് ആസ്വദിക്കാനായിട്ട് പോകുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പറഞ്ഞ ബന്ദോബസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളത്തിലെ ചൊല്ലാണ്. ഈ ബന്ദോബസ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 2024 ഡിസംബർ 20 മാഗ്ഡബുർഗിൽ നടത്തിയത്. അതിന് 1 വർഷമാകാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അവിടെ നടത്തിയ ആ ഒരു മഹാ അപരാധം, അവിടെ കുഞ്ഞുകുട്ടി ഉൾപ്പെടെ 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 6 പേര് മരിച്ചു. 300-ലധികം പേരെ ഇപ്പോഴും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ അതിന്റെ സൂത്രധാരകൻ എന്ന് പറയുന്ന ഒരു ആ മനുഷ്യന്റെ പേര് തലീബ് അൽ അബ്ദുൾ മോസൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അദ്ദേഹം ഇപ്പോൾ 13 ദിവസമായിട്ട് ഇവിടെ കോടതിയിൽ അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക. ആദ്യത്തെ 5 ദിവസം കമാന്നൊരക്ഷരം മിണ്ടിയില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കോടതിയിൽ നിരാഹാരം, അതായത് കോടതി കഴിഞ്ഞിട്ട് നിരാഹാരത്തിലാണെന്നുള്ളത് റിപ്പോർട്ട് ഞാൻ ഇന്നലെ വായിച്ചു. അപ്പൊ നിരാഹാരത്തിൽ ആയിരിക്കുമ്പോൾ പിന്നെ ചോദ്യം ചെയ്യാനാവില്ലല്ലോ, ആരോഗ്യമില്ലല്ലോ. ഇതാണ് ഇവരുടെയൊക്കെ ആ ഒരു അതിബുദ്ധി നോക്കിക്കോണം. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കയ്യും വീശി നമുക്ക് ഈ ഒരു മാർക്കറ്റിലേക്ക് കടക്കാനാവില്ല. അതുപോലെ തന്നെ വലിയ ഇരുമ്പ് കൊണ്ടുള്ളതും അതുപോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ടുള്ള സംഭവങ്ങളാണ് ഇതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും കഴിഞ്ഞ പ്രാവശ്യം നെല്ലടയ്ക്ക് അകത്തൂടെ കയറിപ്പോയ സംഭവത്തെ ഇപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അതും മഫ്തി പോലീസാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും മുഴുവൻ പോലീസാണ്. നമുക്കറിയില്ല പോലീസാണോ ഇല്ല, പക്ഷെ അവരുടെ കയ്യിൽ അവരുടെ തലമുടിക്കിടയിൽ വരെ ചിലപ്പോൾ ക്യാമറ ഉണ്ടാവും, അവരുടെ ശരീരത്ത് മുഴുവൻ ക്യാമറ ഉണ്ടാവും. ഇത് മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട് ഒരു നെറ്റിനടിയിലാണ് ഇപ്പോൾ ഈ സംഭവം മുഴുവൻ ജർമ്മനിയിൽ ഓടുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു അതിശയോക്തിയാവില്ല. യെസ്, വളരെ കറക്റ്റാണ്. സമാധാനത്തിനും സന്തോഷത്തിനും വളരെ വിപുലമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഏത് രാത്രിയിലും പേടി കൂടാതെ നടക്കാൻ കഴിയുന്ന തെരുവുകളായിരുന്നു ഈ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ തെരുവുകൾ. പക്ഷേ ഇന്നത് ഒരു തോക്കിൻ മുനയിലായിരിക്കുന്നു. വലിയ രീതിയിലുള്ള, അങ്ങ് സൂചിപ്പിച്ചതുപോലെ, ഒരു ബന്ദോബസ്ത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നി പർവ്വത സ്ഫോടന സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ജർമ്മനിയിലെ വിവിധ തെരുവുകളിൽ, യൂറോപ്പിൻ്റെ വിവിധ തെരുവുകളിൽ ക്രിസ്മസ് കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ്. ഡോക്ടർ അഭിലാഷ്, അങ്ങ് ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ PhD എടുത്ത വ്യക്തിത്വം കൂടിയാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ യൂറോപ്പിലെ നിലവിലെ ഒരു സാഹചര്യത്തെ പറ്റി വളരെ വ്യക്തമായിട്ടും ശ്രീ ജോസ് കുമ്പളവേലിൽ പറയുകയുണ്ടായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന ഒരു പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്ന സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ യൂറോപ്പിൽ സംഭവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ മുൻ ജർമ്മൻ ചാൻസലർ ഉൾപ്പെടെ എടുത്ത ആ ഒരു നടപടി, വിവേകമില്ലാത്ത ഒരു നടപടി, ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ട് എടുത്ത ആ ഒരു നടപടിയുടെ പരിണിത ഫലമല്ലേ 10 വർഷങ്ങൾക്കിപ്പുറം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അഭിലാഷ് ചേരി. തീർച്ചയായും എനിക്ക് ബഹുമാനപ്പെട്ട ജോസ് കുമ്പളവേൽ സാർ പറഞ്ഞ ആ ഒരു വരച്ചു ചേർത്തൊരു വാങ്മയ ചിത്രമുണ്ട്. ഈ പറയുന്ന ജർമ്മനിയുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം ഇവിടെ വരച്ചത്. അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഭയം എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഭയത്തിൽ കൂടി അധികാരം സ്ഥാപിച്ചെടുക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനത ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകാൻ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളാണ്. ഇപ്പൊ ഫെസ്റ്റിവലിനൊക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റുകളൊക്കെ. അപ്പൊ അവിടങ്ങളിൽ നിങ്ങൾ സേഫ് അല്ല എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാവുന്നതോടുകൂടി ജനങ്ങൾക്കിടയിൽ അവിശ്വാസം രൂപപ്പെടാനും ഭയം രൂപപ്പെടാനും സാധ്യമാകുന്നു. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ആംഗല മെർക്കലിന്റെ കാലത്ത് എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു ഫ്ലഡ് ഗേറ്റ് ആണ് ഓപ്പൺ ചെയ്തത്. അതായത് മിലിറ്ററി ഏജിലുള്ള വ്യക്തികൾ അഭയാർത്ഥികളായിട്ട് വരികയും അഭയാർത്ഥി എന്ന പേരിൽ വന്നവർക്ക് സകല സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അത്തരക്കാരെ താമസിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തതിനു ശേഷം എന്തിൽ നിന്നവർ ഒളിച്ചോടി വന്നോ ആ കാര്യങ്ങളെ തന്നെ ശക്തിയോടുകൂടി ഈ രാജ്യങ്ങളിൽ നടപ്പിലാക്കുവാനും അതുവഴി ഇപ്പൊ നമ്മൾ നോക്കിയാൽ 2005 ഇപ്പൊ യൂറോപ്പ് ആസ് എ ഹോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2005 മുതലുള്ള ഒരു സെക്കൻഡ് വേവ് ഓഫ് അറ്റാക്സ് ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ലണ്ടനിലെ ട്യൂബ് ബോംബിംഗ്, അതുപോലെ തന്നെ പിന്നീട് ഫ്രാൻസിലെ നീസ് ബോംബിംഗ്, ഇങ്ങനെ ഒരു 2005 മുതൽ പിന്നീട് 2015 മുതലുള്ള ഒരു ഭാഗം വേറെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരുപാട് ആൾക്കൂട്ട ആക്രമണങ്ങൾ, ഇതെല്ലാം നടന്നതിന് ശേഷം ഇപ്പോൾ ഈ ക്രിസ്മസ് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു, ഈസ്റ്റർ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? അതായത് ചില മതചിഹ്നങ്ങൾ, മതങ്ങളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്.
ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി പോകുന്ന അവിടെ പോലും നിങ്ങൾക്ക് രക്ഷയില്ല എന്നൊരു സന്ദേശം കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാർഫെയർ കൂടി ഈ മിലിറ്ററി ഈ ഒരു അറ്റാക്കിന് പുറകിലുണ്ട്. ഇപ്പോ കഴിഞ്ഞ 20 കൊല്ലത്തോളമായിട്ട് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിനകത്ത് വായിക്കാൻ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ UK പോലീസിന്റെ ഏതാണ്ട് 68% സമയം ടെറർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ഭീതിതമായിട്ടുള്ള സാഹചര്യമുണ്ട്. അതിൽ തന്നെ ചെറുപ്പക്കാർ, അതായത് മൈനർ കുട്ടികൾ, ടെറർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസുമായിട്ട് വിചാരണ നേരിടുന്ന മൈനർ കുട്ടികൾ ഒരുപാട് ഉണ്ടാവുന്നു. സോ ഇതൊക്കെ തന്നെ ഈ യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ടാണെങ്കിലും ഡെമോഗ്രാഫിക്കലി ചാലഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങളെ സാംസ്കാരികമായിട്ട് അധിനിവേശപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഒരു ഡോക്ടറിനെ അവിടെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട കൂടി ഇവിടെ നടക്കുന്നത്. അപ്പൊ അക്രമങ്ങൾ എന്ന് പറയുന്ന ഇവരുടെ ഒരു സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ഭാഗം കൂടിയായി മാറുകയാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗരൂകരാകേണ്ടത്. ഇതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ അഭിപ്രായം ഈ കാര്യത്തെ പറ്റിയിട്ട്. ഓക്കെ, നമുക്കറിയാം ഈ പറയുന്നത് പോലെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഈ മുൻ ജർമ്മൻ ചാൻസലറൊക്കെ തുറന്നുവിട്ട ആ നയം കാരണം തുറന്നുവിട്ട ആ ഒരു ഫ്ലഡ് ഗേറ്റ്, അതിൻ്റെ ഒരു പരിണിത ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും എന്തുകൊണ്ട് പലപ്പോഴും ഈ അഭയാർത്ഥികളൊക്കെ വരുന്നത് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ്. എന്നാൽ ഈ അവിടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഗാസയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്റ്റ്, ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവരുടെ അതിർത്തി പണിതുയർത്തിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം. എന്തുകൊണ്ട് അവരുടെ സ്വന്തം കൂട്ടരെ അവരുടെ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ മാടി വിളിക്കുന്നില്ല? അത് യൂറോപ്പിന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ തള്ളിവിടുന്നു. അതൊരു വിരോധാഭാസം തന്നെയല്ലേ? വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം ഈജിപ്റ്റ് ആയാലും അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളായാലും തന്നെ പലസ്തീനിയൻ അഭയാർത്ഥികൾ എന്ന് അവകാശപ്പെടുന്നവരെ ഒരു കാരണവശാലും അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം അവർക്കറിയാം ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിലവിലുള്ള പൊളിറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ അവിടെ നിലവിലുള്ള ഗവേണൻസ് സിസ്റ്റത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമം വളരെയധികം ക്ലിയർ ആയിട്ട് നടത്തപ്പെടും. സോ അതുകൊണ്ട് തന്നെ യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അവരെല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ചു. പക്ഷേ സ്വീകരിച്ചു കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് ഇത് അവർ വിചാരിക്കുന്ന പോലെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, പകരം അതിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു അധിനിവേശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഡെമോഗ്രഫി അടുത്തൊരു 2030 യൂറോപ്പിന്റെ ഡെമോഗ്രഫി കംപ്ലീറ്റ് ആയിട്ട് കീഴ്മേൽ മറിയാൻ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ പോലും അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ തദ്ദേശീയരായിട്ടുള്ള യൂറോപ്യൻസിന്റെ ഇടയിൽ ഇപ്പം ഈ കാര്യങ്ങൾ കൊണ്ട് ഇപ്പം മോണ്ടി ബേസ് അറ്റാക്കിന് ശേഷമാണെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനിലുള്ള വ്യക്തികളെ മാത്രമല്ല, ഏഷ്യൻസ് ആസ് എ ഹോൾ ഗ്രൂപ്പ് ഈസ് ബീങ് ടാർഗറ്റഡ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രൊഫൈലിംഗ് ഉണ്ടാവുന്നു. ഇപ്പം കഴിവുള്ള ആളുകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പോലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം പ്രൊഫൈലിംഗ് നേരിടേണ്ടി വരുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഒറ്റപ്പെടുത്തി കൂട്ടമായി കീഴ്പ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ഒരു കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യൂറോപ്പിന് അറിയാഞ്ഞിട്ടില്ല, പക്ഷേ യൂറോപ്പിന്റെ കയ്യിൽ നിന്ന് ദൗർഭാഗ്യവശാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവിടെ എത്തിയിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിരന്തരമായ ആക്രമണങ്ങളാണ്, ഇടതടവില്ലാത്ത ആക്രമണങ്ങളാണ്. ഓക്കെ, വ്യക്തമാണ്. ഡോക്ടർ ജോസ് ജോൺ മലികശ്ശേരി അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ജോസ് ജോൺ മലികശ്ശേരി, നമുക്കറിയാം പലപ്പോഴും ഈ ക്രിസ്മസ് ഒരു കണ്ണീരായി മാറുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ നൈജീരിയയിലെ ക്രൈസ്തവർക്കാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളാണ് ഈ ബോക്കോ ഹറാം പോലുള്ള തീവ്രവാദികൾ അവരുടെ പ്രധാന ആക്രമണ ദിനങ്ങളായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. അന്ന് ദേവാലയങ്ങൾ അവർ ആക്രമിക്കുന്നു, വീടുകൾ ആക്രമിക്കുന്നു, ഒപ്പം തന്നെ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം. സമാനമായിട്ടുള്ള ഒരു സംഭവം മറ്റൊരു രീതിയിൽ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുകയല്ലേ യൂറോപ്പിൽ? അതായത് ക്രിസ്മസ് എന്നത് ഒരു ഭീതിയുടെ ദിനമാക്കി ക്രൈസ്തവരുടെ ഇടയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തിരികെ വീട്ടിലെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അധിനിവേശം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരംഭിച്ചിട്ട് അതിൻ്റെ ഒരു മിഡിൽ അല്ലെങ്കിൽ ഒരു മധ്യഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ നമ്മൾ യൂറോപ്പിൽ നിന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? ഡോക്ടർ ജോസ് ജോൺ മലികശ്ശേരി. യെസ്, ഞാൻ ഡോക്ടർ ജോസ് ജോണിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ ശ്രീ ജോസ് കുമ്പളവേലിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ശ്രീ ജോസ് കുമ്പളവേലി, നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചു, വളരെ ബൃഹത്തായ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യൂറോപ്പിൽ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടിരിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ
അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ യൂറോപ്പിലെ ഭരണകൂടങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ പഴയ പോലെ തന്നെ ഇങ്ങനെ അതിർത്തികൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുന്നു, ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാം, ഇവരെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുന്നു, അങ്ങനെ വടികൊടുത്ത് അടി വാങ്ങിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ, ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ യൂറോപ്പിലെ ഭരണകൂടങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ? ശ്രീ ജോസ് കുമ്പളവേലി. അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് കാണേണ്ട ഒരു കാര്യം യൂറോപ്യൻ യൂണിയനാണ്. അതായത് യൂറോപ്യൻ യൂണിയന് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ജർമ്മനി കുറെയൊക്കെ ജർമ്മനിയുടെ ഭാഗത്തല്ലാത്ത കാര്യങ്ങൾക്ക് അവര് വഴങ്ങിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ അടി കിട്ടിയതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. കാരണം യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗത്തിൽ നിൽക്കുമ്പോൾ ജർമ്മനിയാണ് ഏറ്റവും സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം. അപ്പോൾ കഴിഞ്ഞ 4 പ്രാവശ്യം ചാൻസലറായ ഇപ്പം അംഗല മേർക്കല് 16 വർഷത്തോളം ജർമ്മനി ഭരിച്ചപ്പോൾ യൂറോപ്പിന്റെ തലപ്പത്ത് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മെർക്കലിന്റെ തീരുമാനമായിരുന്നു എല്ലാത്തിനും അവിടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കാര്യം. അപ്പൊ എന്ത് വന്നാലും മേർക്കലിന്റെ ഉപദേശമോ മേർക്കലിന്റെ നിർദ്ദേശമോ മേർക്കലിന്റെ മനസ്സിലിരിപ്പോ ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ ജർമ്മനിക്ക് ഒരു വലിയ മേൽക്കോയ്മയുണ്ടായി. പക്ഷെ ഈ മേൽക്കോയ്മ ഒടുവിൽ ഈ മേർക്കൽ തന്നെ 2016 തുടക്കത്തിൽ ഒരു വലിയ ഒരു കുത്തൊഴുക്കിലൂടെ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച ഒരു അവസരമാണ് ഇപ്പോൾ ജർമ്മനിക്ക് കൈവന്നിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ സിറിയക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഏതാണ്ട് 2 മില്യൺ സിറിയക്കാർ വന്നു കഴിഞ്ഞപ്പോൾ മെർക്കലും വിചാരിച്ചത് മാനുഷിക പരിഗണനയാണ്. പക്ഷേ മതത്തെക്കാളിലും മാനുഷിക പരിഗണന മെർക്കല് വിഭാവനം ചെയ്തത് കൊണ്ട് തന്നെ അത് ജർമ്മനിയുടെ നെഞ്ചത്ത് വലിയൊരു കല്ലെടുത്ത് വെച്ച മാതിരിയായിപ്പോയി. ശ്വാസം വിടാൻ മേലാത്ത അവസ്ഥയായി. കാരണം മതം അവരുടെ ഭാഗത്ത് മതമായി വന്നു കയറിയവരുടെ ഭാഗത്ത് മതമായിരുന്നു വലുത്, മാനുഷികമല്ല. ഇവര് മാനുഷികമായിട്ട് കൊടുക്കാവുന്നതും ചെയ്യാവുന്നതും പിന്നെ സംരക്ഷിക്കാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഒരവസ്ഥ 2 അല്ല 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അത് ഇവർക്ക് കൈവിട്ട് പോയ ഒരു കളിയായിപ്പോയി. മെർക്കലിന്റെ ഭരണകാലത്ത് മന്ത്രിസഭയിലെ ഒരാളോട് പോലും സംസാരിക്കാതെ മെർക്കൽ തന്നെത്താൻ ഇഷ്ടത്തോടെ അത് സ്വയമായിട്ട് ഇഷ്ടപ്രകാരം ചെയ്ത ഒരു കാര്യം അത് ജർമ്മനിയെ 16 കൊല്ലം നയിച്ചുവെങ്കിൽ ആ 16 അല്ല 32 കൊല്ലം പിന്നിലേക്ക് കൊണ്ടുപോയ ഒരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനി ഇപ്പോൾ സകല മേഖലകളിലും കൂപ്പ് കുത്തി നിൽക്കുന്നത്. അത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു ഈ മാനുഷിക പരിഗണന. അതോടൊപ്പം തന്നെ ഈ കൂട്ടർ ഇവരെ അഭയാർത്ഥികളെ ഇങ്ങനെ ഇരുകയും നീട്ടി ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് സ്വീകരിച്ച് ഈ രാഷ്ട്രീയ നേതാക്കൾ അതിലൊരു വോട്ട് ബാങ്ക് ഒരു ലക്ഷ്യം കൂടി അവർ മുന്നിൽ കണ്ടിരുന്നു. അതായത് ഈ കൂട്ടരെ ഇത്തരം രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരിക, പിന്നെ പൗരത്വം കൊടുക്കുക, പിന്നെ അവർ ഇത്തരം പാർട്ടികളുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കി കൊണ്ടുവരിക, അങ്ങനെ അധികാരം ഇങ്ങനെ നിലനിർത്തുക. അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിൽ നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. കാരണം മെർക്കലിന്റെ പാർട്ടി എന്ന് പറയുന്നത് CDU ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനാണ്. ഈ വരുന്നവരൊക്കെ തന്നെ ഇപ്പം സിറിയക്കാരാണെങ്കിൽ അവർ മുസ്ലിംസ് ആണല്ലോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിയിലുള്ളത് ക്രിസ്ത്യൻസ് വൈബുള്ളവരാ. അപ്പൊ അങ്ങനെ മതം മാറ്റി അവര് വരത്തില്ല. പിന്നെ ഈ രാഷ്ട്രീയ ലക്ഷ്യം, അതായത് പാർട്ടി വളർത്തുക, നമ്മുടെ നാട്ടിലെ പോലെ ഒരാളെ അല്ലെ 10 പേരെ പിടിച്ച് പാർട്ടിയിലേക്ക് അങ്ങനെ ഒരു സ്വഭാവം അല്ലായിരുന്നു. അത് മാനുഷിക പരിഗണന തന്നെയാണ്. അത് കാണണമായിരുന്നു. പക്ഷെ കാണേണ്ടതുപോലെ കാണാതെ ജർമ്മനിക്ക് അത് പിടിച്ചു നിൽക്കാൻ, അത് ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ കയ്യിലേക്ക് നമ്മൾ തന്നെ വലിച്ചു എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ പിന്നെ മെർക്കൽ എന്താ ചെയ്തത്? ഒടുവിൽ രാഷ്ട്രത്തോട് ക്ഷമ പറഞ്ഞു. ഒടുവിൽ ഇവരെ തിരിച്ചു വിടാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയപ്പോൾ പറ്റില്ല എന്നും പറഞ്ഞ് ആ വന്ന രാജ്യക്കാർ, അല്ലെങ്കിൽ സിറിയ കംപ്ലീറ്റ് നശിച്ച് തീർന്നുപോയി. അപ്പോൾ പിന്നെ ഇവരെ എങ്ങോട്ട് വിടും? ഇനി ഇറ്റലിയിലേക്ക് വിടാന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് സമ്മതിക്കില്ല. അല്ലെ യൂറോപ്യൻ യൂണിയൻ ലെ മറ്റ് 28, അന്ന് 27 രാജ്യമേ ഉള്ളൂ, ഇപ്പൊ 28, 29. അപ്പൊ അതിലേക്ക് തള്ളിവിടാമെന്ന് പറഞ്ഞാൽ ഇവരാരും തന്നെ ഇവരെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ജർമ്മനിയുടെ വലിയ പാപഭാരമായിട്ട് ഇവർക്ക് തന്നെ വിനയായി തീർന്ന ഒരവസ്ഥ. പിന്നെ ഈ മെർക്കലിന്റെ ഒരു പാർട്ടിയുടെ ആ ഒരു സവിശേഷത, മെർക്കലിനെ
മെർക്കലിനെ ചോദ്യം ചെയ്യാൻ അന്ന് തന്റെ ഇടമുള്ള ഒരു വ്യക്തി പോലും ഈ പാർട്ടിയിൽ ഇവർ വളർത്തിക്കൊണ്ടും വന്നില്ല. അതിന് തന്നെത്താൻ വളർന്നു വന്ന ഇപ്പോഴത്തെ ചാൻസലർ മെർക്സ് ആയിരുന്നു. 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുള്ളി എന്ന് പറയാൻ പാടില്ല, ഞങ്ങളുടെ ചാൻസലറാണ്. അദ്ദേഹം ചാൻസലർ ആകേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയ വനവാസത്തിനായിട്ട് മെർക്കൽ തന്നെ വിട്ട ഒരു കഥയാണ് ഒടുവിൽ തിരിച്ചു വന്ന് ഇപ്പോൾ ചാൻസലറായി മാറിയിരിക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ഒരു പാർട്ടി വളർത്തലായിരുന്നില്ല, പ്രത്യേകിച്ച് മാനുഷിക പരിഗണനയിൽ ഉണ്ടായ ഒരു വലിയ വീഴ്ച എന്ന് തന്നെ പറയാം. ഓക്കെ, യെസ്. ശ്രീ ജോസ് ജോൺ മല്ലികശ്ശേരി നമ്മോടൊപ്പം ചേർന്നിട്ട്. സാർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ സാർ. സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയും, നമുക്കറിയാം പലപ്പോഴും ഈ ക്രിസ്മസ് ഒരു കണ്ണീർ ഓർമ്മയായി മാറുന്നത് നൈജീരിയയിലെ ക്രൈസ്തവർക്കാണ്. ഈ ക്രിസ്മസ് ദിനങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റർ ദിനങ്ങളാണ് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, ബോക്കോ ഹറാം, ഫുലാനി പോലുള്ള തീവ്രവാദ സംഘടനകൾ ദേവാലയങ്ങൾ ആക്രമിക്കുന്നു, പലപ്പോഴും പലരെയും തട്ടിക്കൊണ്ടുപോകുന്നു, വീടുകൾ ആക്രമിക്കുന്നു. അപ്പോൾ സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ യൂറോപ്പിലും സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യങ്ങളാണോ നമ്മളിപ്പോൾ യൂറോപ്പിൽ ഈ ക്രിസ്മസ് മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട്, ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്പ് ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വലിയൊരു സൂചന? അതായത് ക്രിസ്മസ് ഈ പറയുന്ന യൂറോപ്പിലും ഒരു ഭീതിയുടെ ദിനമാക്കി മാറ്റുക, ലോക രക്ഷകന്റെ ആ ഒരു ജന്മദിനം അത് അലങ്കോലപ്പെടുത്തുക, അവഹേളിക്കുക, അങ്ങനെ ഭയത്തിന്റെ ഒരു ദിനമാക്കി ക്രിസ്മസ് മാറ്റുക. നൈജീരിയയിൽ പയറ്റിയ അതേ തന്ത്രം യൂറോപ്പിൽ മറ്റൊരു രീതിയിൽ അവർ പയറ്റുകയാണോ എന്ന് നാം സംശയിക്കേണ്ടി വരുമോ, ശ്രീ ജോസ് ജോൺ മല്ലികശ്ശേരി? സംശയലേശമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ. നിശ്ചയമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ദിസ് ഇസ് ആക്ച്വലി ആന്റി ക്രിസ്ത്യൻ, ആന്റി ക്രൈസ്റ്റ്. ഇത് ക്രിസ്തു എന്ന് പറയുന്ന ആ രക്ഷകനെതിരായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ വാട്സപ്പിലൊക്കെ വന്ന ഒരു വീഡിയോയില് ഈ ജർമ്മനിയിൽ ഒരു ക്രിസ്മസ് ട്രീ കുറച്ച് ആളുകൾ കൂടിയിട്ട് കോളാലേക്ക് വെച്ച് വെട്ടിമുറിച്ച് കളയുന്ന ഒരു സീൻ കാണുകയുണ്ടായി. അപ്പൊ അവിടെ പർദ്ദയൊക്കെ ധരിച്ചു വന്നിട്ട് സ്ത്രീകളെ പറയുന്നത് ഇത് ശിർക്കാണ്, ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തില് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അള്ളാവിന് നേരെ എതിരായിട്ടുള്ള ഒരു സംഗതിയാണ്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആന്റി ക്രൈസ്റ്റ്. അവര് കൊണ്ടുവരുന്ന ആ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ അവരുടെ ശക്തി, അവരുടെ കൂടെയുള്ള ശക്തി, അത് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ശക്തിയാണ്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ശക്തി ഈ ഒരു 2000 ആണ്ടിന് ശേഷം വളരെയേറെ അതിന്റെ മുഖംമൂടി നീക്കി പ്രബലമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് 5-ാം നൂറ്റാണ്ട് മുതൽ ഈ ശക്തി, 5-ാം നൂറ്റാണ്ടിൽ തന്നെ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആശയം ഇവിടെ ജനിച്ചിട്ടുണ്ട്. അത് ലോകത്തിൽ നിന്ന് പ്രവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് യേശുവിന്റെ ഈ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സെക്കൻഡ് മില്ലേനിയം വരുന്ന ഈ കാലഘട്ടത്തിലാണ്, അത് ഏകദേശം 2029-നും 33-നും ഇടയിലാണ് സംഭവിക്കുന്നത്. ആ മില്ലേനിയത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ സാധനം അതിന്റെ സർവ്വ മുഖംമൂടി നീക്കി പുറത്തേക്ക് വരുന്നത്. അപ്പൊ അത് പിന്നെ അവർക്കത് ക്രിസ്തുവിനെ സിർക്ക് എന്ന് വിളിക്കാൻ അവർക്ക് സാധിക്കുന്നു. സിർക്ക് മീൻസ് വാട്ട് ഈസ് എഗനസ്റ്റ് ദം, അവർക്ക് എഗനസ്റ്റ് ആയിട്ട്, വിച്ച് മീൻസ് ദേ ആർ ആന്റി ക്രൈസ്റ്റ്. അവര് ആന്റി ക്രൈസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴവര് ഇതിന് നേരെ വരികയാണ്. ഇപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനമാണ്, രക്ഷകന്റെ ജനനമാണ്. ആ രക്ഷകന്റെ ജനനം എന്ന് പറയുന്നത് ഇരുട്ടിന്റെ ശക്തികൾക്ക്, ഇരുട്ടിന് സഹിക്കാനേ പറ്റുന്നില്ല. ഇരുട്ടിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പ്രകാശമാണ്. ഇപ്പൊ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയം ചെയ്ത ക്രിസ്തുവിന്റെ പ്രകാശത്തെ നേരിടാൻ പറ്റാതെ അതിന്റെ സർവ്വ അസഹിഷ്ണുതയും കാണിച്ചുകൊണ്ടാണ് ഇവര് ഈ മുഖംമൂടി നീക്കൊണ്ട് പുറത്തു വരുന്നത്. വാസ്തവത്തില് ഈ ആന്റി ക്രൈസ്റ്റ് ആയിട്ടുള്ള ശക്തികൾ വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ. നേരെ മറിച്ച് വെളിച്ചമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രകാശമുള്ള രാജ്യങ്ങളാണ്, നേരെ സമാധാനമുള്ള രാജ്യങ്ങളാണ്, സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളാണ്, മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ്. ഈ പറയുന്ന യൂറോപ്പിൽ ഇപ്പോൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്ന ഈ ശക്തികൾ വിഭാവനം ചെയ്യുന്ന അവരുടെ എക്സാക്ട് രാജ്യം ഇന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലം അഫ്ഗാനിസ്ഥാനാണ്. അതായത് പിന്നെ അവിടുത്തെ ആളുകൾ, അതില് സ്ത്രീകൾ എങ്ങനെയാണ്, സാധാരണ മനുഷ്യരെങ്ങനെയാണ്, വിദ്യാഭ്യാസം പാടില്ല, ആരും സ്കൂളിൽ പോകരുത്, ഒന്നും പഠിക്കരുത്, പിന്നെ മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യവും പറ്റിയാല, സിനിമ കാണാൻ പാടില്ല, പുസ്തകം തുറന്ന് വായിക്കാൻ പാടില്ല, ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, മനുഷ്യ മൃഗങ്ങളെ പോലെ ജീവിക്കണം. അപ്പൊ അത് ദാറ്റ് ഈസ് വാട്ട് അതിനെയാണ് പൈശാചികത എന്ന് വിളിക്കുന്നത്. ഇരുട്ടാണത്, പരിപൂർണമായ ഇരുട്ടാണ്. ആ ഇരുട്ടിന് പ്രകാശത്തോടുള്ള വലിയ വിരോധമാണ് നമ്മൾ യൂറോപ്പിലെമ്പാടും ഇപ്പോൾ അഴിച്ചുവിടുന്ന ഈ കാര്യത്തിലേക്ക് കാണുന്നത്. ഒരു യൂറോപ്പിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതം എന്നതിനപ്പുറം അത് കൾച്ചറാണ്, അവരുടെ ഒരു സംസ്കാരമാണ്.
നമ്മൾ ഓണാഘോഷമൊക്കെ ഇവിടെ എങ്ങനെ ആഘോഷിക്കുന്നു? ഇവിടെ ഓണത്തിന് മതമില്ല, നമ്മളെല്ലാവരും ഒരുപോലെ പൂക്കളങ്ങൾ ഇടുന്നു. നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെ ഓണം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ആഘോഷിക്കും. അതിനകത്തൊരു മതത്തിന്റെ വിഷയം ഒതുക്കുന്നില്ല. യൂറോപ്പിൽ ക്രിസ്മസ് അതുപോലെ തന്നെയാണ്. അതും ഒരു മതത്തിന്റെ ആചാരമൊന്നുമല്ല, അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് കുമളവേൽ സാർ നേരത്തെ പറഞ്ഞത്. നവംബർ 23 മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുന്നു, വലിയ ആഘോഷമായിട്ട് ആളുകൾ പോകുന്നു. നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നടക്കുന്നത് പോലെ ആളുകൾ സന്തോഷമായിട്ട് നടക്കുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി കുഞ്ഞുങ്ങളും സ്ത്രീകളും മനുഷ്യരും ഒക്കെ മരിച്ചു വീഴുന്നത് കണ്ട് ആ ചോര കണ്ട് ചിരിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ആഹ്ലാദിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തിൽ ആറാടുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് മരണം വിതച്ചിട്ട് ആ മരണത്തെ നോക്കി ചിരിക്കാൻ കഴിയുന്ന ആർക്കാണ്? അത് പിശാചിന് മാത്രമാണ്. അപ്പൊ അത് മനുഷ്യരുടെ നന്മയെ, മനുഷ്യരുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയിട്ട് അതിനെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്നത് പിശാചിന് മാത്രമാണ്. അപ്പൊ ഇത് പൈശാചികമായ പ്രവൃത്തിയാണ്. ഈ പൈശാചികമായ പ്രവൃത്തി യൂറോപ്പിലേക്ക് കടന്നു കയറുന്നത് യൂറോപ്പിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പം മുളവേലി സാറ് പറഞ്ഞത് മനുഷ്യത്വത്തിന്റെ പേരിൽ അവര് ആളുകളെ സ്വീകരിച്ചു എന്നാണ്. നേരെ മറിച്ച് അറേബ്യൻ നാടുകളിലുള്ള ആളുകൾ പലരും പറയുന്നത് ചീപ്പ് ലേബറിന് വേണ്ടി ആളുകളെ അവിടെ ക്ഷണിച്ചു വരുത്തിയെന്നാണ്. ഇവര് അഭയാർത്ഥികൾ എന്ന് പറഞ്ഞവിടെ ചെല്ലുമ്പോൾ ഇത് ചീപ്പ് ലേബർ കിട്ടാനുള്ള ഒരു വഴിയാണ്. അപ്പൊ അവിടെ ഡെമോഗ്രഫി പോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ച് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. അത് ഈ യൂറോപ്പിൽ നേരത്തെ തുടങ്ങിയതാണ്. അവരുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. മനുഷ്യരെ സഹായിക്കണമെങ്കിൽ മനുഷ്യർ തന്നെ വേണം, മനുഷ്യരുടെ കൈ വേണം. അങ്ങനെ സഹായിക്കാനായി കൈയായി വന്നവൻ പാമ്പായി മാറിയതാണ് നമ്മളിപ്പോ കാണുന്നത്. ഇവൻ അഭയം ചോദിച്ചു വന്നപ്പോ ഇവന് അഭയം കൊടുക്കാൻ, കുറച്ച് ഭക്ഷണം കൊടുക്കാം, കൂട്ടത്തിലെ പണിയെടുക്കാൻ കുറച്ച് ആളെ കിട്ടും എന്ന് വിചാരിച്ചു അവനെ കയറ്റി താമസിപ്പിച്ചു. ഇന്ന് വീട്ടിനകത്ത് കയറി താമസിച്ചവൻ പ്രൊഡക്ഷൻ വഴി അല്ലെങ്കിൽ ഡെമോഗ്രഫി വർദ്ധിപ്പിച്ച് അവൻ രാജ്യത്തെ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് പിന്നെ തൂത്താലും മാച്ചാലും പോകാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഇത് 100 കൊണ്ടാണ് ചവിട്ടി പുറത്താക്കാം. 2 മില്യൺ 3 മില്യണിനെയൊക്കെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. എത്ര ഒരുപക്ഷെ 10 മില്യൺ ഉള്ള ഒരു രാജ്യത്ത് ഈ പറയുന്ന 2-3 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു പവറാണ്. അത് മനുഷ്യ കൊന്നു തീർക്കാനൊന്നും പറ്റത്തില്ല. യൂറോപ്യന്മാരാണ്. നേരെ മറിച്ച് പിന്നെ അഫ്ഗാനിസ്ഥാനിലാണ് ഓക്കെ, നമുക്ക് വെള്ളിയാഴ്ചകളിൽ കഴുത്ത് വെട്ടി കാര്യം തീർക്കാം. ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരുത്തം പട്ടിണി നടന്നു കഴിഞ്ഞാൽ അവനെ ചോദ്യം ചെയ്യൂല എന്നാ പറഞ്ഞത്. അവൻ കോളേജ് എന്നിട്ട് പറയാണ്, ഞാൻ പട്ടിണി സമരത്തിലാണ്, അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അയ്യോ പാവം പട്ടിണി നടക്കുന്നതല്ലേ, അവനോട് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത്തരത്തിലാണ് നമ്മളുടെ മനുഷ്യ സ്നേഹം വഴിമാറിപ്പോയെന്ന് മനസ്സിലാക്കണം. അതായത് നമ്മള് പിന്നെ ശുശ്രൂഷിക്കുന്നത് പാമ്പിനെയാണോ അല്ല പിന്നെ നന്മയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കാണുന്നിടത്തെല്ലാം പാലൊഴിച്ചു കൊടുത്ത് വാങ്ങിവെച്ച ഒരു സംഗതിയാണ്. അപ്പൊ അമേരിക്ക ഇത് നല്ലത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ ന്യൂയോർക്കിൽ തന്നെ കയറി ഒരുത്തിന് ഇരിപ്പുണ്ട്. അവൻ അവിടെ പ്രസംഗിച്ചത് ഇപ്പൊ ഓരോന്ന് വീഡിയോ ആയിട്ട് പുറത്തു വരുന്നുണ്ട്. മുഴുവൻ പിന്നെ ഇസ്ലാമിക് ടെററിസവും ഇസ്ലാമിക് ഫണ്ടമെന്റലിസവും പ്രസംഗിച്ചാണ് അയാൾ അവിടെ കയറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് യൂറോപ്പിൽ നേരത്തെ തുടങ്ങിയ സംഗതിയാണ്. ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. പുതിയ അഭയാർത്ഥികൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കാം. ഇനിയും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും ഒക്കെ അഭയാർത്ഥികൾ ഈ സ്ഥലങ്ങളിലേക്ക് കൈ നീട്ടി പിടിച്ചു വരും. ഇവര് ആദ്യം വരുന്നത് ഭക്ഷണത്തിന് തന്നെയാണ്. പക്ഷെ ഭക്ഷണം വായിൽ കയറിയാൽ രണ്ടാമതവൻ അള്ളാഹനെ വിളിക്കുക, ചാടി വീഴുന്നത് മറ്റവന്റെ കഴുത്തിനിട്ടാണ്. അത് മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും യൂറോപ്പിന് സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ശ്രീ അഭിലാഷ് ജി രമേശ്, നേരത്തെ ശ്രീ ജോസ് കുമ്പളൂരിൽ, ഒപ്പം തന്നെ ശ്രീ മല്ലികശ്ശേരി സാറും പറഞ്ഞതുപോലെ വളരെ ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ യൂറോപ്പിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ശ്രീ ജോസ് കുമ്പളവേലിൽ സൂചിപ്പിച്ച ആ ഒരു മാനുഷിക പരിഗണന, ഒപ്പം തന്നെ ഈ പറയുന്ന രാജ്യസുരക്ഷ, ഇതിൻ്റെ ഒരു അതിർ വരമ്പുകൾ എവിടം വരെയാണ്? നമുക്ക് അതിൻ്റെ ഒരു അതിർത്തി എങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും? ഈ സമകാലിക സാഹചര്യത്തിൽ ഒരു വശത്ത് ഇസ്ലാമിക അധിനിവേശ ലോകത്തെ വിഴുങ്ങാൻ ഇങ്ങനെ നിൽക്കുന്നു, മറ്റ് സൈഡിൽ ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളും നേരിടുന്ന പ്രതിസന്ധികൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ മാനുഷിക പരിഗണന വേഴ്സസ് രാജ്യസുരക്ഷ എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അതിർത്തി നമുക്ക് എങ്ങനെയൊന്ന് നിർണ്ണയിക്കാൻ സാധിക്കും? ശ്രീ അഭിലാഷ്. മാനുഷിക പരിഗണന ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം പട്ടാളത്തിൽ ചേരാൻ യോഗ്യതയുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള വ്യക്തികൾ അഭയാർത്ഥികളായിട്ട് വളരെ വലിയ സംഖ്യയിൽ ഒരു രാജ്യത്തേക്ക് വരികയാണെങ്കിൽ അത് കേവലം ഒരു അഭയാർത്ഥി പ്രശ്നമല്ല, പകരം അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റീപൊസിഷനിങ് ആണ്. വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ പ്ലാൻ ചെയ്യുന്ന ഒന്നായിട്ടാണ് തോന്നുന്നത്. ഇപ്പം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇപ്പം യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന സ്ത്രീകളോ ഒക്കെ അഭയം തേടി വരുന്നു, അല്ലെങ്കിൽ വൃദ്ധരോ ഒക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ദിനംതോറും ബോട്ടിലും അല്ലാതെയും ഒക്കെ കൃത്യമായിട്ട് വന്നുകൊണ്ട് അവരവിടെ മിലിറ്ററി ബോഡിയുടെ ആയിട്ടുള്ള ഏബിൾ മെൻ
ആണ് വരുന്നത്. ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവരെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പൊ യൂറോപ്പ് സത്യം പറയുകയാണെങ്കിൽ യൂറോപ്പിന്റെ കയ്യിൽ നിന്ന് അവരുടെ സെക്യൂരിറ്റിയുടെ കൺട്രോൾ വഴുതി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലത്ത് ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അവരുടെ ഒരു വാലർ അല്ലെങ്കിൽ ഒരു ബ്രേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമുക്ക് ചരിത്രം അറിയാവുന്നതാണല്ലോ. ഇന്ന് ആ വാലർ ഒന്നും ഇല്ലാതെ വളരെ അധികം ദുർബലരാക്കപ്പെട്ട ഒരു ജനതയാണ് തദ്ദേശീയരായിട്ടുള്ളത്. പലയിടങ്ങളിലും അവര് പ്രതികരിക്കാൻ പറ്റാതെ ഭയന്ന് മാറുന്നു. അവരുടെ തന്നെ ആശയങ്ങൾ അവരെ തിരിഞ്ഞുകുത്തുന്നു. ഈ രീതിയിലൊക്കെയുള്ള അതുപോലെ അതിനൊപ്പം തന്നെ ചേർക്കേണ്ട ഒരു കാര്യമാണ് ഈ വോക്ക് മെന്റാലിറ്റി. ഈ വോക്കിസം അല്ലെങ്കിൽ ഈ തീവ്ര വോക്ക് മെന്റാലിറ്റി വന്നതിന് ശേഷം അവശേഷിക്കുന്ന പ്രതികരണശേഷിയും കൂടി ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ ശരിക്കും ഈ പറയുന്ന ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയാണ്. വളരെ എളുപ്പമായ കാര്യങ്ങൾ മുന്നോട്ട് വരികയാണ്. അതായത് പ്രതികരണശേഷിയിലേക്ക് പ്രതികരണത്തിനെ ഭയക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു. അവർക്ക് മുമ്പിലേക്ക് ഈസി ആയിട്ട് ഇവർ വരികയും വളരെയധികം എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ചോദിച്ചു അതിർത്തി നിർണ്ണയിക്കേണ്ടത് എവിടെയാണെന്ന്. കാരണം നിങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് വന്നു മറ്റൊരു രാജ്യത്ത് വന്ന് വർഷങ്ങളോളം താമസിച്ചു. ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്ത തലമുറയുടെയും ജീവിതം സുരക്ഷിതമാക്കുന്നു. സോ ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോറ് അന്നം തന്ന രാജ്യത്തിനോട് ഒരു കടമയുണ്ട്. ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഇപ്പൊ നമ്മൾ ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ആവാത്തത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഡീപ്പോർട്ടേഷൻ പോളിസിയൊക്കെ വളരെ ശക്തമാക്കണം. എന്ത് കാര്യമാണെങ്കിലും ചാർട്ടേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് റിയാലിറ്റി എന്നൊന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഡീപ്പോർട്ടേഷൻ പോളിസികൾ സ്ട്രോങ് ആക്കണം, സ്ട്രിഞ്ചന്റ് ആക്കണം. ലിബറലിസം അല്ലെങ്കിൽ ഉദാരതയുടെ പേരിൽ ഒരു എന്താ പറയുക ഇപ്പം മരണങ്ങൾ ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് യൂറോപ്പ് വരരുത്. സ്വയം അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം, റെഫറൻഡങ്ങൾ നടക്കണം, പോൾസ് നടക്കണം. അതുവഴിയൊക്കെ പൊതുജനാഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം. ഇപ്പം EU എന്ന് പറയുന്നു, ഇപ്പൊ ജർമ്മനി പോലെ വളരെ റിച്ച് ആയ ഒരു രാജ്യം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യം EU ഇന്റഗ്രേഷന് ശേഷമാണ്. പല കാര്യങ്ങളിലും ഇത്തരത്തിലൊക്കെയുള്ള കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഈ കോംപ്ലക്സിറ്റീസ് മാറ്റിയിട്ട് അഡ്രസ് ദ എലഫന്റ് ഇൻ ദ റൂം അല്ലെങ്കിൽ അഡ്രസ് ദ ക്യാമൽ ഇൻ ദ ടെന്റ്, ഇതിലൊന്നിലേക്ക് നമ്മൾ എത്തണം. അത്തരം കാര്യം ഇപ്പൊ പോളണ്ട് എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് നിൽക്കുന്നത്? അതുപോലെ വളരെ ചില രാജ്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. വിക്ടർ ഒബാന്റെ രാജ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കൊച്ചു രാജ്യങ്ങൾ പോലും ശക്തമായ നിലപാടുകൾ എടുക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് വലിയ രാജ്യങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല? പോളിസി വീക്കെൻഡ് ആയിട്ടുള്ള ലീഡർഷിപ്പുകളും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിയാണ്. പിന്നെ ഈവൻ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ചത്ത കുതിരയെ ഓടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. സോ അപ്പം വി നീഡ് ടു ഹാവ് എ റീതിങ്ക്, ഒരു കംപ്ലീറ്റ് റീതിങ്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. കാരണം റെഫ്യൂജീസ് അല്ലെങ്കിൽ ഈ പറയുന്ന മൈഗ്രേഷൻ കൊണ്ട് ക്രൈമാണ് കൂടുന്നതെങ്കിൽ റെഫ്യൂജി എന്ന പോളിസിയെ പറ്റി തന്നെ വലിയ പുനർചിന്തനം ആവശ്യമാണ്. അതിന് സത്യസന്ധമായിട്ടുള്ള ഡിബേറ്റുകൾ അവരിലുണ്ടാകും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. പൊതുജനങ്ങൾക്ക് മുമ്പിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും സ്വന്തം ഇമേജ്, അതായത് ഞാൻ മനുഷ്യത്വത്തിനൊപ്പമാണ് എന്ന് കാണിക്കുവാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഷോർട്ട് കട്ടാണ് റെഫ്യൂജീസിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റി ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമോഫോബായിട്ട് ചിത്രീകരിക്കപ്പെടാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ ലെജിറ്റിമസികൾ സ്ഥാപിച്ച് എന്തുതരം കുറ്റകൃത്യങ്ങൾ നടന്നാലും അതിനെ പ്രതികരിക്കാൻ ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യൂറോപ്യൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ആർക്കാണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ്. നേരത്തെ ജോസ് സാർ പറഞ്ഞ ആ ഒരു ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കുരിശ് യുദ്ധത്തിന്റെ അല്ലെങ്കിൽ തലമുറകളായിട്ട് നടക്കുന്ന ഒരു പകയുടെ കണ്ടിന്യൂവേഷൻ പല ഭാവങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞു. ക്രിസ്മസ് പോലെ ക്രിസ്തീയർക്ക് മാത്രമല്ല സമാധാനം ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്കും പ്രചോദനമേകുന്ന കുറെ രാവുകളും പകലുകളുമാണ് ക്രിസ്മസ് ദിനങ്ങൾ, അല്ലെ? ആ സമയത്ത് പോലും ഒരു ഭീതി പടർത്തിക്കൊണ്ട് ആ വിശ്വാസത്തിന്റെ അടിത്തറയെ പിടിച്ചു കുലുക്കുക എന്നൊരു അജണ്ട കൂടി നടക്കുന്നു. നമ്മുടെ ശ്രീലങ്കയിലെ ഈസ്റ്റർ കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ നടന്ന ബോംബിങ്ങുകൾ, പള്ളിയുടെ അകത്ത് ബോംബിംഗ് നടന്നു. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം ആക്രമണങ്ങൾ മാത്രമല്ല, പക്ഷെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഭീതിയുടെ ആണിയടിക്കലുകൾ കൂടിയാണെന്ന് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ വ്യക്തമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. ശ്രീ ജോസ് കുമ്പളവേലിൽ, നമുക്കറിയാം ഈ അഭയാർത്ഥികളായിട്ടുള്ള ക്രിമിനലുകൾ അവരുടെ ഇടയിലൊരു ഭയം ജനിപ്പിക്കുന്നതിൽ ഒരു പരിധി വരെ എന്നതിനേക്കാൾ അപ്പുറം വളരെ വലിയ രീതിയിൽ വിജയിച്ച ഭരണകർത്താവാണ് ട്രംപ്. നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ പ്ലെയിനിലൂടെ ഡീപ്പോർട്ടേഷൻ, അവരുടെ കൈകൾ ചങ്ങലകളാൽ ബന്ധിച്ച് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നു. വലിയ വിമർശനം അദ്ദേഹം നേരിടേണ്ടി വന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം തന്റെ പോളിസിയുമായി അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ അദ്ദേഹം നിൽക്കുന്നു. നമുക്കറിയാം, ഈ കൂട്ടരുടെ ഇസ്ലാമിസ്റ്റുകളുടെ വലിയൊരു അജണ്ട എന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തുക, ഭീതിപ്പെടുത്തുക. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. യൂറോപ്പിലെ ഭരണാധികാരികൾക്ക് ഇത്തരത്തിൽ ഈ അഭയാർത്ഥികളുടെ ഇടയിലുള്ള അവരുടെ ഇടയിൽ ഒരു ഭീതി ജനിപ്പിക്കുവാൻ, ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അവരുടെ ഇടയിൽ ഒരു ഭീതി ജനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരു ട്രംപായി മാറുവാൻ പലർക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ചിലർക്കെങ്കിലും സാധിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും പലരും അതിൽ പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ശ്രീ ജോസ് കുമ്പളവേലിൽ? അത് താരതമ്യം പറയുമ്പോൾ
ട്രംപിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ബൈബിൾ കൈ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയുടെ രണ്ടാം പ്രാവശ്യവും പ്രസിഡന്റായത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ, ജർമ്മനി എന്ന് പറയുമ്പോൾ, അല്ലെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബൈബിൾ ഒന്നും പിടിക്കാതെയാണ് അവര് ഭരണഘടനയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. അപ്പൊ അവിടെ തന്നെ രണ്ട് കൺസെപ്റ്റുകളാണ് രാജ്യത്തെ നയിക്കുന്നത്. പിന്നെ ഈ ഭരണമില്ലാതെ പുറത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ പാർട്ടികൾ പറയും, ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ പിറ്റേ ദിവസം മുതൽ ഡീപോർട്ടേഷൻ ഞങ്ങൾ തുടങ്ങി വെക്കുമെന്ന് ഇവർ പറഞ്ഞു. കയറിയ ഉടനെ ബവേറിയൻ സംസ്ഥാനത്ത് നിന്നുള്ള, അതായത് അവിടെ CSU എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അത് CDU പാർട്ടിയുടെ സഹോദര പാർട്ടിയാണ്. അവിടെ എന്ന് പറയുന്നത്, ബവേറിയ എന്ന് പറയുന്നത് അവരുടെ ക്രൈസ്തവ വിശ്വാസം അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയാണ്. അപ്പൊ അവര് ഇടയിൽ നിന്നാണ് ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെ അധികാരമേറ്റത്. അതേസമയം മെർസ് എന്ന് പറയുന്ന ചാൻസലറിന്റെ പാർട്ടി വലുതും മറ്റേത് ചെറുതുമാണ്. അപ്പം എന്ത് പറഞ്ഞാലും ചാൻസലറിനെ മറികടന്ന് ഈ ഒരു ആഭ്യന്തരമന്ത്രിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹത്തിന്റെ നേതാവ് എന്ന് പറയുന്ന സോഡറ, അതായത് ബവേറിയൻ മുഖ്യമന്ത്രിയാണ്. ഇവര് രണ്ടുപേരും കൂടി ആലോചിച്ചാണ് മറ്റു കാര്യങ്ങൾ, ആഭ്യന്തരത്തിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഡീപോർട്ടേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് മാർക്കറ്റ് ലക്ഷ്യമാക്കി പ്ലാൻ ചെയ്ത 21കാരനെ പിടിച്ച ഉടനെ കോടതിയിലേക്ക് കൊണ്ടുപോകാതെ ഇവനെ ഇവിടുന്ന് ഡീപോർട്ട് ചെയ്യുക എന്നുള്ള ഒരു വലിയ സന്ദേശം ഇവിടെ മിനിഞ്ഞാന്ന് നടന്ന സംഭവമാണ്. പക്ഷെ അത് വലിയ വാർത്ത ഇടം പിടിച്ചില്ല. കാരണം അത് ഡീപോർട്ടേഷൻ എന്ന് പറഞ്ഞ വാക്ക് അതിൽ വന്നത്. ഡീപോർട്ടേഷൻ പറഞ്ഞാൽ ഉടൻ ഈ പറഞ്ഞ സമാധാന കാംക്ഷികള്, അല്ലെങ്കിൽ മാനുഷിക പരിഗണന ഉള്ള സംഘടനകള്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള വ്യക്തികള് ഈ പാർട്ടിക്കുള്ളിൽ, ഈ ഭരണ പാർട്ടിക്കകത്തൊക്കെ ഉണ്ട്. ഇവർ ഉടനെ ചാടി ഇതിലേക്ക് അങ്ങ് വീഴുകയാണ്. അദ്ദേഹത്തെ അങ്ങോട്ട് വിടാൻ പറ്റില്ല, അദ്ദേഹം സിറിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാവും. ഇവിടെ മറ്റുള്ളവരുടെ ജീവന് ഭീഷണി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡീപോർട്ടേഷൻ എന്ന് സ്പെഷ്യൽ കോടതി പറഞ്ഞത്. അതിനാണ് തടയിടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവ വികാസങ്ങളാണ് ഇവിടുത്തെ ഇന്റേണലായിട്ട് പൊളിറ്റിക്കലി നടക്കുന്നത്. അത് ആർക്ക് മറികടക്കാനാവും? അതിന് ട്രംപിനെ പോലുള്ള തുറന്നു പറയാനും തൻ്റെ ഇടത്തോടെ കൈവച്ച്, അമേരിക്കക്കാര് നെഞ്ചത്ത് കൈവച്ചിട്ടാണ് അവരുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുപോലെ ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഒരാൾ ഇപ്പം ജർമ്മനിയിലില്ല. അത് തന്നെ യൂറോപ്പിലുണ്ടെങ്കിൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി, അവർക്ക് കുറെ കൂടെ ഒരു തൻ്റെ ഇടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വരുന്നവരെ മുഴുവൻ ഞങ്ങൾ എടുക്കത്തില്ല, വേണേ നിങ്ങൾ ഇതിലേലും പൊക്കോണം, അല്ലെ ഇങ്ങോട്ട് കയറ്റുകയില്ല. അവർ പറഞ്ഞു കഴിഞ്ഞു. തീവ്രവാദമാണ്, അതും തീവ്ര വലതുപക്ഷം എന്നാണ് അവരെ വിളിക്കുന്നത് തന്നെ. അത് തന്നെയാണ് ഇവിടെ AFD എന്ന് പറഞ്ഞ തീവ്ര വലതുപക്ഷം. പക്ഷെ ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന കടുങ്കൈയൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, യെസ്, അത് വ്യക്തമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ശ്രീ ജോസ് കുമ്പളവേലിൽ പങ്കുവച്ചത്. ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഞാൻ മറ്റൊരു ആംഗിൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒരു കൺവെൻഷനലായിട്ടുള്ള ഒരു തീവ്രവാദികളുടെ ഒരു സ്റ്റൈൽ, അതിൽ നിന്നും വിഭിന്നമാണ് ഇപ്പോൾ അവർ അവലംബിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 2015-14 കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രഭവ കേന്ദ്രങ്ങളായിരുന്ന സിറിയ, ഇറാഖ് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഈ അഭയാർത്ഥികളുടെ മറവിൽ ഇവർ ചില ടൈം ബോംബുകൾ, അല്ലെങ്കിൽ ചില മനുഷ്യ ടൈം ബോംബുകളെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അവരുടെ റിമോട്ട് കൺട്രോൾ ചിലപ്പോൾ സിറിയയിലായിരിക്കും, ഇറാഖിലായിരിക്കും, മറ്റ് പലയിടങ്ങളിലായിരിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ റാഡിക്കലൈസേഷനിലൂടെ പുതിയ ടൈം ബോംബുകളെ അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ചില ടൈം ബോംബുകളാണ് ഓസ്ട്രേലിയയിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചത്, വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ സൃഷ്ടിച്ചത്. അത് തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾ തിരിച്ചറിയേണ്ടതല്ലേ? വളരെ അപകടം ജനിപ്പിക്കുന്ന ഒരു പ്രവണത തന്നെയല്ലേ? അതായത് എൻ്റെ തൊട്ടടുത്ത് തെരുവിലൂടെ നടക്കുന്നയാൾ ഈ പറയുന്ന ടൈം ബോംബാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവനൊരു ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിൽ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കത്തി ഉപയോഗിക്കാം, ബോംബ് ഉപയോഗിക്കാം, തോക്ക് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമല്ലേ? അതിനെ തിരിച്ചറിയാൻ എന്തുകൊണ്ട് ഭരണകൂടങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല? അത്തരം ഒരു സാഹചര്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. മനസ്സിലാക്കാത്തത് കൊണ്ടാവില്ല. ഇപ്പം ഈ നമ്മുടെ കൂടെ സംസാരിച്ച് രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് പെറ്റിയായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ്.
പലപ്പോഴും കൃത്യമായ ആശയങ്ങളുള്ള ആളുകൾ വളരെ കുറവാണ്. ഇനി അവരവരുടെ ആശയങ്ങള് വളരെ ശക്തിയേറിയ ആശയങ്ങൾ അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ ധൈര്യമുള്ള ഒരു കുറവാണ്. ഇപ്പൊ നമ്മളൊക്കെ ഞാൻ എത്രയോ വർഷം ഒരു കോളേജിന്റെ തലപ്പത്ത് നോക്കിയിരുന്ന ഡിസിപ്ലിനൊക്കെ നോക്കിയിരുന്ന ആളാണ്. വളരെ കർക്കശമായിട്ട് പെരുമാറുന്ന സ്വഭാവമുള്ള ആളാണ് ഞാൻ. അപ്പൊ പലപ്പോഴും വളരെ കാർക്കശ്യത്തോടെ കാര്യങ്ങൾ കാണുകയും അതിന് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ ചെവിയിൽ വന്ന് പറയാറുണ്ട്, അങ്ങനെ തന്നെ വേണം സാർ. പക്ഷെ ഒരിക്കൽ പോലും ഒരു മീറ്റിംഗിൽ എഴുന്നേറ്റ് ഇവരാരും സപ്പോർട്ട് പറയത്തില്ല. ആ മീറ്റിംഗിലൊക്കെ ഇവരിരുന്നിട്ട് ഇവരെല്ലാം താഴെ ഇരിക്കത്തോളും. നമ്മൾ വളരെ കർക്കശമായ നടപടി എടുത്തു കഴിഞ്ഞാൽ ചെവിയിൽ വന്ന് പറയും അങ്ങനെ തന്നെ വേണം, സാർ പറഞ്ഞത് വളരെ നന്നായി. ഇപ്പൊ നമ്മൾ പല വീഡിയോകളിലാണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള റിയാക്ഷൻസ് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ റെസ്പോൺസുകൾ കിട്ടാറുണ്ട്. സാർ ഇത് പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരുപാട് മനുഷ്യര് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭയന്ന് ജീവിക്കുന്നവരാണ്. അപ്പൊ ഇതാണ് ഈ വോക്കീസ് എന്നൊക്കെ പറയുന്നത്. എന്ത് കണ്ടാലും മിണ്ടാതെ അങ്ങ് പോയേക്കുക. അങ്ങനെ കുറെ കഴിയുമ്പോൾ അവൻ നമ്മുടെ തലയിൽ കയറി മൂത്രം ഒഴിക്കും. അപ്പൊ അങ്ങ് കുനിഞ്ഞു കൊടുത്തേക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു രീതി ഈ പുതിയ തലമുറയിൽ അത് വല്ലാതെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മൾ നോക്കുക, ഈ ദുബായ് അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പട്ടണങ്ങള്, പിന്നെ ഖത്തറിലെ പട്ടണങ്ങള് എത്രയോ മനോഹരമായ പട്ടണങ്ങളാണ്, എത്രയോ വലിയ പട്ടണങ്ങളാണ്. ആരാ ഇതൊക്കെ നിർമ്മിച്ചത്? ഇത് നിർമ്മിച്ചത് മുഴുവൻ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉള്ള ആളുകൾ അവിടെ ചെന്ന് ചെയ്തതാണ്. ഇതിൽ ഒറ്റ ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയോ? ഒരാൾക്കും ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയില്ല. അവർ തൊഴിലെടുക്കുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, വീട്ടിൽ പോകുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദെയർ ലൈഫ് അവർ തിരിച്ചു അവരുടെ നാട്ടിലേക്ക് പോകും. പുതിയ ആൾക്കാർ ചെല്ലും, ജോലി ചെയ്യും. ഈ പറയുന്ന ദുബായിലും പിന്നെ സൗദി അറേബ്യയിലും ഖത്തറിലുള്ള ഒരു അറബിയും ഇതിനു വേണ്ടി ഒരു തുള്ളി വേർപ്പോലും ഒഴുകിയിട്ടില്ല. അവര് കൂലി കൊടുത്ത് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിച്ച് ആ കൂലി വാങ്ങിക്കൊണ്ട് അവനെ വീട്ടിൽ പോകും. രണ്ടുപേർക്കും കിട്ടി. എന്തിനാണ് യൂറോപ്പിലുള്ള ഒരു സിറ്റിസൺഷിപ്പ് കൊടുത്ത ആളുകൾ താമസിപ്പിക്കുന്നത്? അവരുടെ രാജ്യത്തിന് ആളുകളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സേവനം സ്വീകരിച്ച് അതിന് തക്ക പ്രതിഫലം കൊടുത്ത് അവരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടാൽ പോരെ. ഇവന്റെ കുടുംബത്തിൽ കയറി താമസിപ്പിക്കുന്നുണ്ടല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു 30 വർഷത്തിനടുത്ത് ഇടയ്ക്ക് കൊടുത്ത മുഴുവൻ സിറ്റിസൺഷിപ്പുകളും കൃത്യമായി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിറ്റിസൺ ആയവൻ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, എന്തെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, അവനെ ചവിട്ടി പുറത്താക്കുക, അവൻ വന്ന രാജ്യത്തേക്ക് തിരിച്ചുവിടുക, സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യുക. അങ്ങനെയല്ലാതെ ഈ രാജ്യങ്ങൾക്ക് ഇനി രക്ഷപ്പെടാനാവില്ല. അവിടെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഡെമോഗ്രഫി വർദ്ധിപ്പിക്കേണ്ട അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കേണ്ട ഒരു രീതിയില്ല. അതിന് അവരുടെ രാജ്യത്ത് ജീവിച്ച് ആ രാജ്യത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവിടെ വരട്ടെ. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന മനുഷ്യരുണ്ട്. അവരവിടെ ജീവിച്ച് അവിടുത്തെ ആളുകളെ പോലെ തന്നെ ആയിത്തീരാൻ ശേഷിയുള്ളവരാണ്. നേരെ മറിച്ച് ഈ പറയുന്ന സിറിയയിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ കൂടെ കുടിയേറുന്ന മനുഷ്യര് അവര് ആമയുടെ പുറത്ത് ഒരു പുറന്തോട് കൊണ്ട് പോകുന്നവർ. ആ പുറത്തോട് ഒരു കാരണവശാലും അവരെ കൊണ്ട് കളയാൻ പറ്റിയല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കരുത്. അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കാനുള്ള പൊളിറ്റിക്കൽ ഇച്ഛാശക്തി നിശ്ചയമായും ഇത്തരം രാജ്യങ്ങൾ കാണിക്കേണ്ടതുണ്ട്. സിറ്റിസൺഷിപ്പ് ചെല്ലുന്നവരെല്ലാം കൂടെ ട്രംപ് ഇപ്പൊ ചെയ്യുന്നതാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് സിറ്റിസൺഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. അത് അർഹിക്കുന്നവന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നൊരു മെസ്സേജാണ് അയാൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ മുഴുവൻ ഇന്ത്യക്കാരനും കിട്ടത്തില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരൻ അവൻ അമേരിക്കക്കാരനായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും അവന് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ. ഇത് ഓരോ രാജ്യങ്ങളും സ്വീകരിക്കേണ്ട സംഗതിയാണ്. ഇപ്പൊ ട്രംപിനെ കണ്ടു മറ്റുള്ളവർ പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താങ്ങാവുന്നതിലധികം അടി ഇവരുടെ നിന്ന് കിട്ടി. അപ്പൊ ഈ സിറ്റിസൺഷിപ്പ് ഈ സിറിയക്കാർക്ക് കൊടുത്ത സിറ്റിസൺഷിപ്പുകൾ റിവോക്ക് ചെയ്ത് സിറിയയിൽ ഇപ്പം പിന്നെ പുതിയ ഭരണകർത്താവൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം അവിടെ പോയി ജീവിക്കാനൊക്കെ പറ്റും. അവനെ ഡിപ്പോർട്ട് ചെയ്ത് അവിടെ പോയിട്ട് ജീവിച്ചോളാൻ പറയുക. അവിടുന്ന് ഓരോരോ രാജ്യങ്ങളിൽ വന്നവരെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. വേണമെങ്കിൽ യുഎനെ പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്റെ രാജ്യത്ത് നിന്ന് പോയ ആളുകളെ തിരിച്ച് ഞാൻ സ്വീകരിക്കരുതെന്ന് ഒരുത്തിനും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിറിയക്കാർ തിരിച്ചു വരുമ്പം അവരിങ്ങോട്ട് വരണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. യൂറോപ്യന്മാർ ഇവരെ പുറത്താക്കാൻ ഒരു കറേജ് മാത്രം കാണിച്ചാൽ മതി. അങ്ങനെ ഒരു ആവശ്യത്തിൽ കൂടിയ ഒരു മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യരോട് കാട്ടാനുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയുടെ വിഷയം സംസാരിച്ച് പറഞ്ഞു, ഈ ലോകത്തില് ഇൻസർജൻസി അല്ലെങ്കിൽ ടെററിസം നടക്കുന്നുണ്ടെങ്കിൽ, അത്തരം ഒരു ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ ആരാണ് ആക്രമിച്ചതെന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ആക്രമിച്ചത് ഇസ്ലാമിസ്റ്റുകളാണ്. അതിന്റെ മറുഭാഗത്ത് ആരാണെന്നുള്ള ചോദ്യം മാത്രമേ വരുന്നുള്ളൂ. മറുഭാഗത്ത് വെടികിട്ടത് ജൂതനിട്ടാണോ ക്രിസ്ത്യാനിക്കിട്ടാണോ ഹിന്ദുവിനിട്ടാണോ, ഈ ഒരു ചോദ്യം മാത്രമേ നിങ്ങൾ ചോദിക്കേണ്ടുള്ളൂ. വെടി വെച്ചവൻ ആരാന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാല് മനുഷ്യത്വമുള്ള ആളുകളൊക്കെ ഒരു ഭാഗത്തും ഇസ്ലാമിസ്റ്റുകൾ വേറൊരു ഭാഗത്ത് നിൽക്കുന്ന ലോകത്തിലേക്കാണ് ഇത് പോകുന്നത്. രണ്ടുതരം മനുഷ്യരാണ് ഇപ്പോൾ ലോകത്തിലുള്ളത്. ഒന്ന് ഇസ്ലാമിസ്റ്റുകൾ, മറ്റൊന്ന് മനുഷ്യര്. മനുഷ്യര് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവരാണ് മനുഷ്യൻ, അല്ലാത്തവരെ മനുഷ്യൻ വിളിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യത്വമുള്ളത് കൊണ്ട്, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരു മനുഷ്യൻ വീഴുമ്പോൾ അവന് നേരെ കൈ നീട്ടുന്ന ദയവിനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വം കാണിച്ചവന്റെ കൈക്കിട്ട് കടിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിസ്റ്റാണ്. അപ്പം ഇസ്ലാമിസ്റ്റുകളും മനുഷ്യരും മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് ഇത് വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്.
യെസ്, വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാര്യം ഓർക്കുക, ക്രിസ്മസ് പോലുള്ള മനോഹരമായിട്ടുള്ള ആഘോഷങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ആഘോഷം. അത് ഭീതിയോടെ വളരെ പേടിച്ച് ഇങ്ങനെ ആഘോഷിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് യൂറോപ്പ് എത്തിച്ചേരുക എന്ന് പറയുന്നത് യൂറോപ്പ് മുന്നിൽ കാണുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള വളരെ വലിയ മുന്നറിയിപ്പുകളാണ് നമുക്ക് നൽകുന്നത്. ഇനിയെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ യൂറോപ്പിലെ ഭരണകർത്താക്കൾ ഉണർന്നില്ലെങ്കിൽ ഒരുപക്ഷെ അധികം വർഷങ്ങളൊന്നും വേണ്ട, യൂറോപ്പ് മറ്റൊരു സിറിയയായി മാറാം, മറ്റൊരു ലെബനോനായി മാറാം, മറ്റൊരു ഇറാഖായി മാറാം. നേരത്തെ ശ്രീ ജോസ് കുമ്പളവേൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് യൂറോപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ, വിവേകത്തോടെ, നട്ടലോടെ, ആർജവത്തോടെ ഈ കൂട്ടർക്കെതിരെ, പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ യൂറോപ്പ് അതിൻ്റെ പ്രതാപം നഷ്ടപ്പെടും, പാരമ്പര്യം നഷ്ടപ്പെടും, ക്രിസ്തീയമായിട്ടുള്ള തനിമ നഷ്ടപ്പെടും എന്ന മുന്നറിയിപ്പോടുകൂടി തന്നെ ഇന്നത്തെ ബിഗ് ഡിബേറ്റ് സമാപിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോസ് കുമ്പളവേലിൽ, ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ്, 3 പേർക്കും നന്ദി.